അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ പ്രിയമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ നമസ്കാരം. അത് അതിൻ്റെ മുറപ്രകാരം അതിൻ്റെ ആദ്യ സമയത്ത് പരിപൂർണതയോടുകൂടി നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മെഹ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ഉമ്മത്ത് 50 വക്ത് നമസ്കാരം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അള്ളാഹുവിന് ആ കർമ്മത്തെ അത്രത്തോളം ഇഷ്ടമുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെ പരലോകത്ത് വിചാരണ നാളിൽ ആദ്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുന്നത് അത് നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നമസ്കാരം എന്നുള്ളത് പരിപൂർണാർത്ഥത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് എപ്പോഴും സാധിക്കേണ്ടതുണ്ട്. പൂർണ്ണമായ ഇഖ്ലാസും അതുപോലെ അതിൻ്റെ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിൽ പരിപൂർണതയോടുകൂടി ചെയ്യുവാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സാധാരണ നമ്മളിൽ നിന്നും ഈ നമസ്കാരത്തിൽ അബദ്ധങ്ങൾ വരാറുണ്ട്. സാധാരണ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില അബദ്ധങ്ങളെ ബോധവൽക്കരിക്കുവാൻ വേണ്ടിയാണ് ഈ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് നമസ്കാരത്തിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്നത് അത് നമസ്കാരത്തിൻ്റെ റുക്നുകളിൽ പെട്ടതാണ്. അഥവാ റുക്ൻ എന്ന് വെച്ചാൽ ഒരു റുക്കിന് നമസ്കാരത്തിൽ നിന്നും നാം ഒഴിവാക്കുകയാണെങ്കിൽ അത് നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ തന്നെ ബാധിക്കും. നമസ്കാരം മൊത്തത്തിൽ തന്നെ നിഷ്ഫലമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു റുക്കിനാണ് നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത്. പല ആളുകളും ചെറിയ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും ന്യായമില്ലാതെ നിന്നുകൊണ്ട് നമസ്കരിക്കൽ ഒഴിവാക്കി അവർ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുന്ന ഒരു പ്രവണത നമ്മളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ന്യായമില്ലാത്ത കാരണം മൂലം നാം ഇരുന്നു കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നമസ്കാരത്തെ മൊത്തത്തിൽ തന്നെ നിഷ്ഫലമാക്കുമെന്നൊരു ഭയം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെയുള്ള മറ്റൊരു ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ നാടുകളിൽ വ്യാപകമായി ഉണ്ടാകുന്നതാണ് നമസ്കാരത്തിന് മുമ്പ് നിയ്യത്ത് വെക്കുമ്പോൾ അത് ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് നിയ്യത്ത് വെക്കുക എന്നുള്ളത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത് ഏതൊരു കർമ്മവും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മാത്രം ചെയ്യുവാനേ നമുക്ക് അനുവാദമുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ നമുക്കിഷ്ടപ്പെട്ട രൂപത്തിൽ ഒരു ഇബാദത്ത് ചെയ്യുവാൻ നമുക്കൊരിക്കലും അനുവാദമുള്ളതല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ അതിലൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതല്ലെങ്കിൽ സഹാബത്തോ ചൊല്ലിക്കൊണ്ട് നിയ്യത്ത് നിർവഹിക്കുന്നതായി നമുക്ക് സ്വഹീഹായ ഒരു ഹദീസുകളിലും കാണുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പോലെ നമ്മൾ മനസ്സിൽ നിയ്യത്ത് കരുതിക്കൊണ്ട് അങ്ങനെയാണ് നാം നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. അതല്ലെങ്കിൽ വളരെ ഗുരുതരമായ ബിദ്അത്തിലേക്ക് ഈ ഒരു കർമ്മം വഴിതിരിയുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു അബദ്ധമാണ് സാധാരണ ജനങ്ങളിൽ ഉണ്ടാകാറുള്ളത്. ജമാഅത്തിന് വേണ്ടി ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ഇമാം റുക്വയിലാകുന്ന അവസ്ഥയിൽ നമസ്കാരത്തിൽ ഒരു തക്ബീറോട് കൂടി മാത്രം അവർ റുക്വയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. നാം മനസ്സിലാക്കേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാം അഥവാ ആദ്യം നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടൽ അതും ഒരു നിസ്കാരത്തിൻ്റെ റുക്നുകളിൽ പെട്ടതാണ്. അത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ നമസ്കാരം മുഴുവൻ തന്നെ നിഷ്ഫലമാക്കി പോകുമെന്ന് നാം ഗൗരവത്തോടെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നാം നമസ്കാരത്തെ സമീപിക്കുമ്പോൾ ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകണം. അതല്ലാതെ ഒരു തക്ബീറോട് കൂടി മാത്രം നേരിട്ട് റുക്കൂയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു റുക്കിന് നാം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് ഗൗരവത്തോടെ എപ്പോഴും ബോധമുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു ഗുരുതരമായ പ്രശ്നമാണ് അദ്മുൽ ഇസ്തിവാഇ ഫി റുക്കൂ അഥവാ റുക്കൂയിൽ നേരാവണ്ണം നിൽക്കാതിരിക്കുക. നമ്മുടെ മുതുക വളച്ചുകൊണ്ടോ അതല്ലെങ്കിൽ തല താഴ്ത്തിയോ തല കൂടുതൽ ഉയർത്തിയോ നിസ്കാരത്തിൽ റുക്കൂവിന് വേണ്ടി നാം നിൽക്കുമ്പോൾ റുക്കൂവും ഒരു റുക്കിനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല അധികം താഴ്ത്തുകയോ അധികമായി ഉയർത്തുകയോ ചെയ്തിരുന്നില്ല. മറിച്ച് നേരായ നിലയിൽ പുറവും തലയും ഒരുപോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്തിരുന്നത് എന്ന് ഹദീസുകളിൽ നിന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രയാസമൊന്നുമില്ലെങ്കിൽ ന്യായമൊന്നുമില്ലാതെ
മുതുക് വളക്കുവാനോ തല താഴ്ത്തുവാനോ ഒന്നും റുക്കുവിൽ നാം ചെയ്യാൻ പാടുള്ളതല്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആ റുക്കുവിനെ അതിന് നേരാവണ്ണം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് സാധാരണ സംഭവിക്കാറുള്ളൊരു തെറ്റാണ് സുജൂദിൻ്റെ കാര്യത്തിൽ പല വിഷയങ്ങളിലും സാധാരണ അബദ്ധങ്ങൾ പലപ്പോഴായി ഉണ്ടാവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമിർതു അൻ അസ്ജുദ അലാ സബഅതി അദുമിൻ, ഞാൻ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യുവാൻ വേണ്ടിയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. തുടർന്ന് നബി പറഞ്ഞു അൽ ജബ്ഹതി വഅശാറ ബിയദിഹി ഇലാ അൻഫിഹി വറുക്ബതൈനി വൽ യദൈനി വഅത്റാഫിൽ ഖദമൈനി. ആ 7 അവയവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയാണ്. നെറ്റിയും മൂക്കും പിന്നെ ഇരു കൈകളും ഇരു കാൽമുട്ടുകളും ഇരു കാലിൻ്റെ അറ്റങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 7 അവയവങ്ങളായി എണ്ണിയത്. ആ 7 അവയവങ്ങളും ഭൂമിയിൽ പതിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സുജൂദുകൾ ഉണ്ടാകേണ്ടത് സഹോദരങ്ങളെ. ചിലരെങ്കിലും മൂക്ക് ഭൂമിയിൽ തട്ടിക്കാതെ നെറ്റി മാത്രം തട്ടിച്ചുകൊണ്ട് സുജൂദിൽ അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നേരാവണ്ണം നിലനിർത്താൻ സാധിക്കാറില്ല. അതുപോലെ കാലിൻ്റെ വിരലുകൾ കിബിലക്ക് എതിരിൽ പിറകോട്ട് മടക്കി വെച്ചുകൊണ്ട് ചിലർ സുജൂദ് ചെയ്യാറുണ്ട്. എന്നാൽ കാൽ നിവർത്തി വെച്ച് വിരലുകൾ കിബിലക്ക് നേരെ മടക്കി വെച്ചായിരിക്കണം നമ്മുടെ സുജൂദുകൾ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചൊരു കാര്യമാണ് കൈമുട്ടുകൾ ഭൂമിയിൽ പതിച്ചു വെക്കുക. സുജൂദ് ചെയ്യുമ്പോൾ കൈമുട്ടുകൾ ഒരിക്കലും നാം ഭൂമിയിൽ പതിച്ചു വെക്കരുത്. അത് കന്നുകാലികൾ വെക്കുന്നത് പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൈമുട്ടുകളും നാം സുജൂദിൽ നിന്നും ഉയർത്തി വെച്ചായിരിക്കണം നമ്മുടെ സുജൂദുകൾ നാം നിർവഹിക്കേണ്ടത്. അത്തരത്തിൽ അതുപോലെ മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് അത്വമഅനീന, അവധാനത എന്നുള്ളത്. ഏതൊരു കർമ്മമായാലും നമസ്കാരത്തിൽ നാം റുക്കൂ ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും ഇഅ്തിദാലിലുമെല്ലാം നാം അവധാനത അതെപ്പോഴും നാം നിലനിർത്തേണ്ടതുണ്ട്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചില ആളുകൾ കോഴി കുറുകുന്നത് പോലെ പെട്ടെന്ന് റുക്കുവും സുജൂദും ചെയ്ത് ഉയർന്നു വരിക, അങ്ങനെയുള്ളൊരു ഏർപ്പാട് നമ്മൾ നമസ്കാരത്തിൽ സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് അവധാനതയോടുകൂടി പതുക്കെ റുക്കൂ ചെയ്ത് അതിലുള്ളതെല്ലാം ചൊല്ലി ശാന്തതയോടെ എണീറ്റ് പിന്നെയും സുജൂദിലേക്ക് പോയി അങ്ങനെ അത്തരത്തിൽ വളരെ പതുക്കെ അവധാനതയോടെയാണ് നിസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും നാം ചെയ്യേണ്ടത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പരിപൂർണതയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിൽ ഹദീസുകളിലും ഖുർആനിലും വന്ന അതേ രൂപത്തിൽ നമസ്കാരം മുറ പോലെ നിർവഹിക്കുവാനും അതിലൊരു തെറ്റുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കർമ്മത്തെ വളരെ പരിപൂർണതയോടുകൂടി അതിൽ നിന്നും അബദ്ധങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരിപൂർണതയോടെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ നാം ഒഴിവാക്കേണ്ട ചില അബദ്ധങ്ങളാണ് ഇവിടെ ഇന്നത്തെ സംസാരത്തിൽ നാം വിശദീകരിച്ചത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് ഇനിയും നാം ശ്രദ്ധിക്കേണ്ട ചില അബദ്ധങ്ങൾ ഇൻഷാ അല്ലാഹ് നാം വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം പരിപൂർണാർത്ഥത്തിൽ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന, അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കുന്ന, കൺകുളിർമയോടുകൂടി നമസ്കാരത്തെ സ്വീകരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.